രാമു ഒരു ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ കടമെടുത്ത് പലിശ നിരക്ക് 10% 4 വർഷം കഴിയുമ്പോൾ എത്ര രൂപ ബാങ്കിൽ അടക്കണം? ഇവിടെ നമ്മൾ I=PNR/100 എന്ന ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാണ്. ആകെ കടമെടുത്ത തുക അതിനെ നമ്മൾ 100% കാണുന്നത്. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുക അതെല്ലാം നമ്മൾ 100% കാണുക. ഇവിടെ 100% എത്ര? 2 ലക്ഷം. 1, 10, 100, 1000, 10,000, ലക്ഷം. 2 ലക്ഷം. ഇനി നോക്കുക, 4 വർഷത്തേക്കല്ലേ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തേക്ക് 10% 4 വർഷത്തേക്ക് 40% ഇതാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുവാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 ലക്ഷം 1, 10, 100, 1000, 10,000, ലക്ഷം ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100. ഈ 2 പൂജ്യം വെട്ടും. പിന്നെ 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 1, 2, 3, 4 പൂജ്യം 1. അത് 80,000 രൂപ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ആകെ എത്ര രൂപ ബാങ്കിൽ അടക്കേണ്ട ടോട്ടൽ തുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത 2 ലക്ഷം രൂപ കൂടെ കൂട്ടണ്ടേ. അപ്പോൾ തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടത് 2,80,000 രൂപയാണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ.